നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 233/2023. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാര്? സർദാർ കെ.എം. പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? കെ. ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? അരവിന്ദ് പനാഗരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോൾ? 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 2. താരതമ്യേന വീതി കുറവ്. 3. ഡെൽറ്റകൾ കാണപ്പെടുന്നു. 4. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം: ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഓപ്ഷൻ സി പൊതുനിയമങ്ങളിൽ അവസര സമത്വം. ഓപ്ഷൻ ഡി തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഉത്തരം: ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1993. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഓപ്ഷൻ ബി വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. ഓപ്ഷൻ സി രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ
വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. ഓപ്ഷൻ ഡി. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഉത്തരം ഓപ്ഷൻ ഡി. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഓപ്ഷൻ ബി. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓപ്ഷൻ സി. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഓപ്ഷൻ ഡി. മതത്തെ നിഷേധിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 2. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. 3. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഉത്തരം 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. 2. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. 3. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിസ്പിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഉത്തരം കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. 2. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 3. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. 4. നൈ താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഉത്തരം നൈ താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1. അഭയാർത്ഥി പ്രവാഹം. 2. വർഗീയ ലഹള. 3. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. 4. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഉത്തരം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1. 1916 D.K. കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. 2. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. 3. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. 4. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഉത്തരം വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. 2. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. 3. വന്ദേ മാതരം ദാദാഭായ് നവറോജി. 4. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഉത്തരം നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ. ശരിയായ ജോഡി കണ്ടെത്തുക. 1. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. 2. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു. 3. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. 4. AITUC MN ജോഷി ലാലാ ലജ്പത് റായ്. ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്
AITUC MN ജോഷി, ലാലാ ലജ്പത് റായ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. 2. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. 3. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. 4. INCയുടെ ആദ്യ പ്രസിഡന്റ്. ഉത്തരം INCയുടെ ആദ്യ പ്രസിഡന്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 2. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 3. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 4. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഉത്തരം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. 1. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. 2. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. 3. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഉത്തരം എല്ലാം ശരിയാണ്. താഴെ പറയുന്ന വസ്തുതകൾ ശരിയായത് കണ്ടെത്തുക. 1. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 2. 788 ശങ്കരാചാര്യർ ജനിച്ചു. 3. 1553 കൂനൻകുരിശ് സത്യം. 4. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഉത്തരം 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. 2. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. 3. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. 4. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ. ഉത്തരം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളിലായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 2. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. 3. നീണ്ടകര അഴിമുഖം അഷ്ടമിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഉത്തരം വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. 2. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. 3. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഉത്തരം അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. 2. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. 3. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി.
4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്സ്. ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാനിച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 2. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. 3. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. 4. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാനിച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. 2. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. 3. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടൻ ചോല. ഉത്തരം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടൻ ചോല. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. 2. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. 3. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. 4. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല KUFOS തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല KUFOS തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. 2. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. 3. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. 4. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഉത്തരം എല്ലാം ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. 2. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. 3. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഉത്തരം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 2. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. 3. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 4. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഉത്തരം 1947 മുത്തുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കുമാരഗുരുദേവനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. 2. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. 3. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഉത്തരം ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. 1. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. 2.
ഘോഷ ബഹിഷ്കരണം. 3. വിധവ വിവാഹത്തിന് തുടക്കം കുറിച്ചു. 4. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഉത്തരം എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. 1. സമത്വ സമാജം. 2. അരയ സമുദായം. 3. ജ്ഞാനോദയം സഭ. 4. കൊച്ചി പുലയ മഹാസഭ. ഉത്തരം അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 1. അരുവിപ്പുറം പ്രതിഷ്ഠ. 2. ടാഗോറിന്റെ സന്ദർശനം. 3. ഗാന്ധിജിയുടെ സന്ദർശനം. 4. ഗുരുവിൻ്റെ സമാധി. എ 1922, ബി 1928, സി 1888, ഡി 1925. ഉത്തരം അരുവിപ്പുറം പ്രതിഷ്ഠ 1888, ടാഗോറിൻ്റെ സന്ദർശനം 1922, ഗാന്ധിജിയുടെ സന്ദർശനം 1925, ഗുരുവിൻ്റെ സമാധി 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. 2. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. 3. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. ഉത്തരം 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. 2. കല്ലുമാല സമരം നടത്തിയത് 1893. 3. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. 4. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഉത്തരം 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 2. 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഉത്തരം 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. 2. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 3. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ഉത്തരം എല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. 1. വാഗ്ഭടാനന്ദൻ. 2. സഹോദരൻ അയ്യപ്പൻ. 3. വൈകുണ്ഠസ്വാമികൾ. 4. VT ഭട്ടതിരിപ്പാട്. എ സമത്വ സമാജം. ബി ആത്മവിദ്യാസംഘം. സി സഹോദര പ്രസ്ഥാനം. ഡി യോഗക്ഷേമ സഭ. ഉത്തരം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വച്ചാണ്? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? എ മട്ടച്ചൊറി, ബി എയ്ഡ്സ്,
സി ടൈഫോയിഡ്, ഡി അഞ്ചാം പനി. ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം? ഓപ്ഷൻ എ അനുഗ്രഹ, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി ലോല, ഓപ്ഷൻ ഡി അനാമിക. ഉത്തരം ഓപ്ഷൻ ബി അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. 1. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. 2. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. 3. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. 4. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഉത്തരം ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി സിങ്ക്. ഉത്തരം സിങ്ക്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം ത്രികങ്ങൾ ഡോബനയ്യർ, അഷ്ടകങ്ങൾ ന്യൂസ്ലാൻഡ്, ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ മെൻഡലീഫ്, ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ മോസ്ലി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തുവരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാക്ടറി, ഓപ്ഷൻ ബി ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം, ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം, ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏത്? സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്ത്? പ്രകീർണം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സെൽഷ്യസ്, ഓപ്ഷൻ ബി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി കെൽവിൻ, ഓപ്ഷൻ ഡി പാസ്കൽ. ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ. ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.